ഹായ് ഗൈസ്, ഫോറക്സ് മാർക്കറ്റിന്റെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടാകാം പിപ്പ് അതേപോലെ ലോഡ് സൈസ്, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണം കൂടിയാണിത്, പിപ്പ് അതേപോലെ ലോഡ് സൈസ്. നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിപ്പും ലോഡ് സൈസും മനസ്സിലാക്കിയിരിക്കണം. എത്ര രൂപ പ്രോഫിറ്റ് വന്നു, എത്ര രൂപ ലോസ് ആകുന്നുണ്ടെന്നെല്ലാം നമ്മൾ കണക്കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാകാം പിപ്പിലായിരിക്കും. ഓക്കെ, അതേപോലെ ലോഡ് സൈസിലാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകാം. പക്ഷെ നമുക്ക് എന്താണ് പിപ്പ് എന്ന് മനസ്സിലാക്കാം. അതേപോലെ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറൻസീസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ സ്പ്രെഡിനെ കുറിച്ചിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫോറക്സ് മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ സ്വാപ്പിനെ കുറിച്ചിട്ട്, എന്താണ് സ്വാപ്പിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ സംസാരിക്കുന്നതാണ്. ഒരു ബ്രോക്കറിന് കൊടുക്കുന്ന ഒരു ഫീസാണ്, എങ്ങനെയാണ് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മൾ വീഡിയോയുടെ അവസാനം നമ്മൾ സംസാരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിപ്പും അതേപോലെ തന്നെ ലോഡ് സൈസിനെ കുറിച്ചുമാണ്. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് പിപ്പ് മനസ്സിലാക്കിയെടുക്കുക നമുക്ക് നോക്കാം. പിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കറൻസി പെയർ എടുക്കലാണെന്നുണ്ടെങ്കിൽ യൂറോ USD നമുക്ക് ഒരു ഇത്ര പോയിന്റുകളായിട്ടായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. നോർമലി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് എടുത്ത് കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് 100 എന്നുള്ളൊരു പ്രൈസ് 101 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു രൂപ വ്യത്യാസം വന്നിട്ടുണ്ടെന്നല്ലേ. പക്ഷെ കറൻസി പെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു തരാം, ഒരു 6 അക്ക സംഖ്യ അല്ലെങ്കിൽ ഒരു 5 അക്ക സംഖ്യ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു 6 അക്കം 5 അക്കമുള്ള സംഖ്യയിൽ ഏത് പോയിന്റ് മാറുന്ന സമയത്താണ് നമുക്ക് ഒരു പോയിന്റ് മാറുന്നത് മനസ്സിലാക്കണമല്ലോ. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പോയിന്റ് മാറി എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഒരുപാട് സംഖ്യയിൽ ഏത് പോയിന്റ് മാറുമ്പോഴാണ് നമുക്ക് മൂവ്മെന്റ് വരിക എന്ന് മനസ്സിലാക്കി എടുക്കണമല്ലോ. ഇതിനെയാണ് നമ്മൾ ഒരു പിപ്പ് മൂവ്മെന്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ഒരു പിപ്പ് മൂവ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ യൂറോ USD എടുക്കലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 5ാമതായിട്ട് വരുന്ന സംഖ്യ ആയിരിക്കും നമുക്ക് പിപ്പായിട്ട് കണക്കാക്കുന്നുണ്ടാവുക. ഇപ്പോൾ GBP USD എടുക്കലാണെന്നുണ്ടെങ്കിൽ ഇതിന് 5ാമതായിട്ട് വരുന്ന ഒരു സംഖ്യ ആയിരിക്കും നമ്മൾ പിപ്പായിട്ട് എടുക്കുന്നുണ്ടാകാം. JPY ആണെന്നുണ്ടെങ്കിൽ 5ാമതായിട്ട് വരുന്നതായിരിക്കും നമ്മൾ ഒരു പിപ്പായിട്ട് എടുക്കുന്നുണ്ടാകും. അപ്പൊ കറൻസി പെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 5ാമതായിട്ട് വരുന്നതാണ് നമുക്ക് പിപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു കറൻസി പെയറിൽ 6 അക്കം കൂടി കാണാൻ പറ്റുന്നുണ്ട്. 1, 2, 3, 4, 5, 6ാമതായിട്ട് ഒരു സംഖ്യ കൂടി വരുന്നുണ്ട്. ഈ 6ാമതായിട്ട് വരുന്നതാണ് പിപ്പറ്റ് എന്ന് പറയും. ഓക്കെ, പിപ്പിനെക്കാട്ടിയും ചെറുതാണ് പിപ്പറ്റ്. ഓക്കെ, പക്ഷെ നമുക്ക് പിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം പിപ്പ് 0 ആണെന്നുണ്ടെങ്കിൽ ഒരു 1ലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു പിപ്പ് മൂവ്മെന്റ് വന്നു, അതായത് ഈ ഒരു 5ാമതായിട്ട് വന്നിട്ടുള്ള സംഖ്യ ഒരു പിപ്പ് കൂടുതലാകലാണെന്നുണ്ടെങ്കിൽ ഒരു പിപ്പ് മൂവ്മെന്റ് വന്നു എന്ന് പറയാൻ പറ്റും. ഇതിപ്പോ ഒരു 5 പോയിന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ 0 ഉള്ളത് 5ലേക്ക് മാറുന്നു. അപ്പൊ എന്താ സംഭവിക്കുക, അവിടെ 5 പിപ്പ് മൂവ്മെന്റ് വന്നതാണ് നമ്മൾ പറയുന്നുണ്ടാകാം. ഓക്കെ, അപ്പൊ പിപ്പ് അവിടെ മാറുന്നതനുസരിച്ച് നമുക്ക് ഒരു പിപ്പ് 2 പിപ്പ് ഒരു പോയിന്റ് മാറുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു പിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എന്നാണ്. ഇപ്പൊ 100 നിന്ന് 101 പോകുന്ന സമയത്ത് ഒരു പോയിന്റ് മാറി എന്ന് പറയുന്നില്ലേ, അതേപോലെയാണ് നമ്മൾ ഒരു പിപ്പ് മാറുന്നതെന്ന് പറയുന്നത്. 0 1ലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു പിപ്പ് മാറ്റം വന്നു നമ്മൾ പറയുന്നത്. ഓക്കെ, പിപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. 5ാമതായിട്ട് വരുന്ന സംഖ്യ ആയിരിക്കും നമ്മൾ പിപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാകാം. 6ാമതായിട്ട് വരുന്ന എന്താണ്, 6ാമതായിട്ട് വരുന്നതാണ് പിപ്പറ്റ്. പിപ്പിനെക്കാട്ടിയും ചെറുതാണ് പിപ്പറ്റ്. ഓക്കെ, ഒരു 10 പിപ്പറ്റ് കൂടിയാണ് ഒരു പിപ്പ് ക്രിയേറ്റ് ആവുക. ഈ ഒരു 6ാമതായിട്ടുള്ള സംഖ്യ ഇപ്പോൾ 1 ആണെന്നുണ്ടെങ്കിൽ 1 0ലേക്ക് എത്തുന്ന സമയത്ത് 1 2 3 4 5 6 7 8 9 നെക്സ്റ്റ് 10, അതായത് 0ലേക്ക് മാറുന്ന സമയത്ത് ഒരു പിപ്പ് മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, 10 പിപ്പറ്റ് കൂടിയിട്ടാണ് ഒരു പിപ്പ് മൂവ്മെന്റ് സംഭവിക്കുന്നത്. ക്ലിയർ? അപ്പോ ഒരു 10 പിപ്പറ്റ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് നമ്മളുള്ള സംഖ്യ, ആ 5ാമതായിട്ട് വന്നിട്ടുള്ള സംഖ്യ ഇപ്പൊ ഒരു 5 ആണെന്നുണ്ടെങ്കിൽ 6ലേക്ക് മാറും. ഇവിടെ 10 പിപ്പറ്റ് വീണ്ടും മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് 7ലേക്ക് മാറും. ഇവിടെ വീണ്ടും വന്നു കഴിഞ്ഞാൽ അത് 8ലേക്ക് മാറും. അപ്പൊ ആ ഒരു രീതിയിലാണ് പിപ്പറ്റ് മാറുന്ന സമയത്ത് പിപ്പ് മാറുന്നുണ്ടാകുക. പിപ്പിനെക്കാട്ടിയും ചെറുതാണ് പിപ്പറ്റ്. ഓക്കെ, 5ാമതായിട്ട് വരുന്നതാണ് പിപ്പ്, 6ാമതായിട്ട് വരുന്നതാണ് പിപ്പറ്റ്. ഓക്കെ, ഞാൻ കുറച്ച് എക്സാമ്പിൾ കൊടുക്കാം. യൂറോ USD, GBP USD, അതേപോലെ തന്നെ JPY USD, ഇതിന്റെ എല്ലാം നമ്മൾ ഒരു എക്സാമ്പിൾസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. 5ാമതായിട്ട് വരുന്നതാണ് നമുക്ക് പിപ്പായിട്ട് കണക്കൂട്ടാൻ പറ്റുന്നത്, 6ാമതായിട്ട് വരുന്നതാണ് പിപ്പറ്റായിട്ട് കണക്കൂട്ടാൻ പറ്റുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ എന്താണ് പിപ്പ് അതേപോലെ തന്നെ പിപ്പറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റി അല്ലെ. ഇനി അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതാണ് ലോഡ് സൈസ്. നമ്മൾ 1, 2, 3 ഷെയറുകളായിട്ടല്ല കിട്ടുന്നുണ്ടാകുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടം ഷെയർസ് ആയിട്ടായിരിക്കും നമുക്ക് ഈ കറൻസീസ് കിട്ടുന്നുണ്ടാകുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് ലോട്ട് എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഫെമിലിയർ ആയിരിക്കും ഈ ഒരു ലോട്ട് എന്നുള്ള വാക്കുകൾ. ഓക്കെ, ഒരു കൂട്ടം ഷെയറുകളെയാണ് നമ്മൾ ലോട്ട് എന്ന് വാങ്ങുന്നുണ്ടാകുക. ഇത് നമുക്ക് 4ആയി തരംതിരിച്ചിട്ടുണ്ട് ലോട്ട് സൈസിന്റെ ബേസ് ചെയ്തിട്ട്.
സ്റ്റാൻഡേർഡ്, മിനി, മൈക്രോ, നാനോ എന്നിങ്ങനെ 4 തരംതിരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം എന്താണ് ഇത് എഴുതി വെക്കുക, അതേപോലെ ലോഡ് സൈസിന്റെ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞിട്ടുള്ള 4 സ്റ്റാൻഡേർഡ്, മിനി, മൈക്രോ, നാനോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് എടുക്കാം. സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും നമ്മൾ ഷെയർസ് വാങ്ങുന്നുണ്ടാകുക? 1,00,000 ഷെയർസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക. ഓക്കെ, 1,00,000 യൂണിറ്റ്സ് നമ്മൾ ഷെയർ നല്ല പറയുന്നുണ്ടാവും. ഇവിടെ നോട്ട് ചെയ്ത് നോക്കുക, യൂണിറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. 1,00,000 യൂണിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമ്മളൊന്നുമില്ല, ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പോകുന്നു, ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 1 പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 1 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1,00,000 ഷെയർസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. 1,00,000 യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ 1,00,000 യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു പിപ്പ് നമ്മൾ എടുത്ത് ബൈ ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു പിപ്പ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുന്ന അറിയണ്ടേ? USD-യിലായിരിക്കും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ 1 ലോട്ട് എടുത്ത് കഴിഞ്ഞാൽ, ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്തിട്ട് ഒരു പിപ്പ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം, 10 USD ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ താഴെ നോക്കാം. സ്റ്റാൻഡേർഡ്, മിനി. മിനിയിൽ എത്രയാണ് വരുന്നത്? 10,000 യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. നേരത്തെ നമ്മൾ 1 lakh ആയിരുന്നു, ഇപ്പൊ 10,000 ആയി അല്ലെ? അപ്പോൾ 10-1 ഭാഗമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പിപ്പ് മൂവ്മെന്റ് വരുത്താണെന്നുണ്ടെങ്കിൽ എത്ര USD ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവുക? നേരത്തെ 10 ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്, 10-1 ഭാഗം 1 USD ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ താഴെ സ്റ്റാൻഡേർഡ്, മിനി, മൈക്രോ മൂന്നാമതായിട്ട് വരുന്നതാണ് മൈക്രോ. മൈക്രോയിൽ നമുക്ക് കിട്ടുന്ന ഷെയർസ് എത്രയായിരിക്കും? യൂണിറ്റ്സ് എത്രയായിരിക്കും? 1000. നമുക്ക് 1 lakh, 10,000, 1000 ആയിപ്പോൾ 1000 ആകുന്ന സമയത്ത് നമ്മൾ എത്രയായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക? ഒരു പിപ്പ് മൂവ്മെന്റ് വരുന്ന സമയത്ത് എത്രയായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക? ഒരു പോയിന്റ് മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ 1 USD ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ മിനിയില്. ഇപ്പൊ മൈക്രോയിലേക്ക് വന്ന സമയത്തോ, മൈക്രോയിൽ വന്നപ്പോ ഒരു 10 സെന്റ് ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ? ഇതിന്റെ താഴെ എന്താണ് വരുന്നത്? നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, വളരെ റെയർ ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. നാനോ വെച്ച് കഴിഞ്ഞാല് 100 യൂണിറ്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. 1000, 100 ഏറ്റവും മിനിമം ആണ്. നമ്മൾ 100 യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഒരു പിപ്പ് മൂവ്മെന്റ് വരുന്ന സമയത്ത് എത്ര ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവുക? നേരത്തെ നമ്മൾ 10 സെന്റ് ആയിരിക്കും, അതിന്റെ താഴെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ പോയിന്റ് പറയുകയാണെങ്കിൽ 0.01 ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക USD ആയിട്ട്. ഓക്കെ, ഇതിനെങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക? 0.001 ആയിരിക്കും നമ്മൾ ബ്രോക്കർ അക്കൗണ്ടിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക ബൈ ആൻഡ് സെല് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇപ്പം പഠിച്ചിട്ടുള്ള 4 കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ 1,00,000 യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക, ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പോയിട്ട് ബൈ ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക 1 എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഒരു പോയിന്റ് മാറുന്ന സമയത്ത്, ഒരു പിപ്പ് മാറുന്ന സമയത്ത് നമുക്ക് $10 പ്രോഫിറ്റ് കിട്ടും. അതിന്റെ താഴെ വരുന്നതാണ് മിനി. മിനി ബൈ ചെയ്യലാണെന്നുണ്ടെങ്കിലോ, മിനി ബൈ ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 യൂണിറ്റ്സ് കിട്ടും. 0.1 ആയിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് ഒരു പിപ്പ് മൂവ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് 1 USD ആയിരിക്കും പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇതിന്റെ താഴെ വരുന്നതാണ് മൈക്രോ. മൈക്രോ നമുക്ക് 1000 യൂണിറ്റ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 0.01 ആയിരിക്കും നമ്മൾ ബ്രോക്കർ അക്കൗണ്ടിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. 10 സെന്റ് ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇതിന് താഴെ വരുന്നത് എന്താണ്? മിനിയുടെ താഴെ, സോറി മൈക്രോന്റെ താഴെ എന്താണ് വരുന്നത്? നാനോ ആണ് വരുന്നത്. 100 യൂണിറ്റ്സ് കിട്ടുന്നുണ്ട്. 0.001 ആയിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും ഇതേ USD തന്നെയായിരിക്കും നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടാവുക മിനിയും അതേപോലെ തന്നെ മൈക്രോസും അതേപോലെ സ്റ്റാൻഡേർഡ്സ് എല്ലാം ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. നാനോസ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ ക്യാപിറ്റലായിരിക്കും നമ്മൾ ട്രേഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്താണ് പിപ്പ്, ലോഡ് സൈസ് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പോയിട്ട് എങ്ങനെ നമുക്ക് ബൈ ആൻഡ് സെല് ചെയ്യാന്ന് മനസ്സിലാവും. ഒരു പെർട്ടിക്കുലർ ലെവൽ ഉണ്ടാകും നമ്മൾ ബൈ ചെയ്യുന്നവർക്ക്, നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ബൈ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ലെവലിൽ നിന്ന് ഇത്ര പോയിന്റ് മാറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 10 പിപ്പ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നെല്ലാം മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോയിട്ടാകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനം പറയാന്ന് പറഞ്ഞ ഒരു കാര്യമായിരുന്നു സാപ്പിനെ കുറിച്ചിട്ട്. എന്താണ് സാപ്പ് എന്ന് കൂടി പറഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു പൊസിഷൻ എടുക്കലാണ്, ഒരു ട്രേഡ് എടുത്തു. ഓക്കെ, നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു €USD ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലോട്ടാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു 1 ലോട്ട് എടുക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയായിരിക്കും ഒരു പിപ്പ് പോയിന്റ് മാറുന്ന സമയത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാകാം? സ്റ്റാൻഡേർഡ് ലോട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ,
ഒരു പിപ്പ് മാറുന്ന സമയത്ത് നമുക്ക് $10 പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞു. ഇന്ന് എടുത്തിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്ത പോലെ മൂവ്മെന്റ് വന്നില്ല. അപ്പൊ നാളത്തേക്ക് ഹോൾഡ് ചെയ്യലാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നാളത്തേക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചാർജസ് വരുമോ? നമുക്കൊരു ചെറിയ ചാർജസ് വരുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് സ്വാപ്പ് എന്ന് പറയും. ഓക്കെ, ഇതൊരു ഇൻട്രസ്റ്റ് റേറ്റ് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയാണ് നമ്മൾ ചാർജസും കാര്യങ്ങളും കൊടുക്കേണ്ടതെന്നെല്ലാം അതിൽ തന്നെ കാണിക്കുന്നുണ്ടാവും. നമ്മുടെ ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പോയിട്ടാണ് നമ്മൾ കാണുന്നതാണ്. സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാർജസും കൂടി ഉണ്ട്. ഒരു ദിവസം കൂടി കടന്നു പോകുന്ന സമയത്ത് ഓരോ ദിവസം കടക്കുന്നതിനനുസരിച്ച് നമുക്ക് സ്വാപ്പ് ഫീ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നെഗറ്റീവും പോസിറ്റീവും എല്ലാം ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് ചാർജ് ചെയ്യുന്നതാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്വാപ്പിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ബ്രോക്കറിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതിലെങ്ങനെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വിഡ്രോ ചെയ്യാന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ റീക്യാപ്പ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പിപ്പ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. 5ാമതായിട്ട് വരുന്നതാണ് പിപ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 6ാമതായിട്ട് വരുന്നതാണ് പിപ്പറ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ലോട്ട് സൈസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലോട്ട് സൈസ് എന്താണ്? നമുക്കൊരു പിപ്പ് മൂവ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് എത്ര ഷെയർ എടുത്താലാണ്, എത്ര യൂണിറ്റ്സ് എടുത്താലാണ് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലോട്ട് എടുക്കുന്നത്, അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ മാർക്കറ്റിലേക്ക് പോയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ട്രേഡും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യുന്ന ബ്രോക്കർ അക്കൗണ്ടിലെല്ലാം വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊരു ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ വീഡിയോസ് മിസ് ആകാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.